പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയതിൽ അധിക ബാധ്യതാ നഷ്ടം ഉപഭോക്താവിൽ നിന്ന് ഈടാക്കാൻ KSEB. വൈദ്യുതി ബില്ലിൽ ഇത്തവണയും സർചാർജ് നൽകണം അല്ലേ? അപ്പോ എല്ലാത്തിനും വില കൂടാണ്. അവിടെയും വലിയ കുറവൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. യൂണിറ്റിന് 2 പൈസയാണ് ഈടാക്കുക. 5.45 കോടിയുടെ അധിക ബാധ്യതയുണ്ടായതായാണ് KSEB അറിയിക്കുന്നത്. 24 വാർത്തയുടെ ഫോളോ അപ്പ് ആണ്. വിനേഷ് കുമാർ ചേരാണ്. വിനേഷ്, അടുത്ത അടി കൂടി വരിക. ഹാഷ്മി, തീർച്ചയായും കഴിഞ്ഞ തവണയും അതുപോലെ തന്നെ മെയ് മാസത്തിൽ ഇതുപോലെ തന്നെ ബില്ലിൽ 1 രൂപ വാങ്ങിച്ച് ഒരു യൂണിറ്റിന് 1 പൈസ ഈടാക്കിയിരുന്നു. ഇത്തവണ അത് 2 പൈസ എന്നുള്ള രീതിയിലേക്കും ആണ് പോകുന്നത്. കാരണം 5 കോടി രൂപയ്ക്കധികം ബാധ്യതയുണ്ടായിട്ട് KSEBക്ക് ബാധ്യതയുണ്ടായിട്ടുണ്ട്. ഈ KSEBയുടെ റെഗുലേറ്ററി കമ്മീഷൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പരിധിയില്ലാതെ തന്നെ വാങ്ങാം. അതായത് പുറത്തുനിന്ന് എത്രത്തോളം വൈദ്യുതി വാങ്ങുന്നുണ്ടോ അതിന് വരുന്ന അധിക ചെലവ് ഉപഭോക്താക്കളിൽ നിന്ന് പരിധിയില്ലാതെ തന്നെ ഈടാക്കാം എന്നാണ് പറയുന്നത്. അത് വലിയൊരു അപകടം ഭാവിയിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ 24 പുറത്തുവിട്ട വാർത്തയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പുറത്തുനിന്ന് വാങ്ങിയ വൈദ്യുതി ചാർജ് സംബന്ധിച്ച് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയതിൽ വന്നിരിക്കുന്ന ചെലവ് സംബന്ധിച്ചായിരുന്നു. അതിൽ 6000-7000 കോടി രൂപ ഉണ്ടായിരുന്നത് പിന്നീട് 12,000 കോടിയിലേക്ക് എത്തി. അതായത് കോവിഡിന് ശേഷം, ലോക്ക്ഡൗണിന് ശേഷം ഉള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ എല്ലാം 10,000-ന് മുകളിലാണ്. അവസാനം 12,900 എത്തിയിരിക്കുന്നു. പക്ഷേ റെക്കോർഡ് ഉപഭോഗമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് അതിൽ എത്തുമ്പോഴത്തേക്ക് ഏകദേശം 13,000 കോടിയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവാനുള്ളൊരു സാധ്യത കൂടി KSEB അതിൻ്റെ കണക്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും 6000 മെഗാവാട്ടിന് മേലെ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ഉപയോഗിച്ചതാണ്. അതിൻ്റെ കണക്കുകൾ പുറത്തു വന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ബാധ്യതയാണ് ഇപ്പോൾ സർചാർജായി ഉപഭോക്താക്കളുടെ തലയിൽ വെച്ച് കെട്ടുന്നത്. യൂണിറ്റ് 2 പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് കേവലം തോന്നിയാലും കേവലമല്ല, ഒരു യൂണിറ്റ് 2 പൈസ മൊത്തത്തിൽ കൂടെ വരുമ്പോഴേക്കും നല്ലൊരു എമൗണ്ട് അധികമായി ഇറങ്ങും. പാലിൻ്റെ കൂടെ ഗാർഹിക വാണിജ്യ സിലിണ്ടറിൻ്റെ കൂടെ അധികമായി ഇറങ്ങാൻ പോകുന്ന പൈസ കേട്ടോ അത് നമ്മുടെ പോക്കറ്റിൽ നിന്ന്. തീർച്ചയായും അധികം തന്നെയാണ്. കാരണം അത് നമുക്ക് ഇതിൽ ഓരോ തരത്തിലുണ്ട്. കാരണം ഇതിൻ്റെ താരിഫ് അനുസരിച്ചാണെങ്കിൽ പ്രീമിയം താരിഫിലൊക്കെ വരുന്നവർക്ക് ഇതിൻ്റെ ഇരട്ടിയോളം വരുന്നുണ്ട്. മറ്റുള്ള സാധാരണ താരിഫിൽ വരുന്നവർക്കാണ് ഈ ഒരു 2 പൈസ എന്നുള്ളത്. കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ ബില്ലിൽ വന്നിരിക്കുന്നത് 1 കോടി രൂപയാണ് കഴിഞ്ഞ ഒരൊറ്റ മാസം വന്നിരിക്കുന്നത്. 1,45,00,000 രൂപയാണ് പുറത്തുനിന്ന് വാങ്ങിയതിൽ അധിക ബാധ്യത ഉണ്ടായത്. ഇതിൽ ഒരു യൂണിറ്റിന് 1 പൈസ വീതം നമ്മളടുത്ത് നിന്ന് ഈടാക്കുകയും ചെയ്തിരുന്നു. അത് ഇത്തവണ 2 പൈസയായിരിക്കുന്നു. മഴക്കാലമായതുകൊണ്ട് തന്നെ ഇനി കൂടാനൊരു സാധ്യത ഇല്ല. എങ്കിൽ പോലും അടുത്ത വർഷങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ ഇരട്ടിയാവാനുള്ളൊരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഹാഷ്മി, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.